കോഴിക്കോട് കൊമ്മേരിയിലേത് മഞ്ഞപ്പിത്തമെന്ന് സ്ഥിരീകരിച്ചു. ജലപരിശോധനാ ഫലം പുറത്തുവന്നിരിക്കുകയാണ്. ജലസ്രോതസ്സിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തി. കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം വെള്ളത്തിന്റെ സാമ്പിൾ ജല അതോറിറ്റി ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ദസ്ന വീണ്ടും ചേരുകയാണ്. ദസ്ന, ഏതായാലും ഇപ്പോൾ മഞ്ഞപ്പിത്തമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 25 പേർക്കാണ് രോഗം ബാധിച്ചതെന്ന് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണ്. ജലസ്രോതസ്സിൽ ഈ കോളിയുടെ ബാക്ടീരിയയും കണ്ടെത്തിയിരിക്കുന്നു. തുടർ നടപടികൾ എന്തൊക്കെയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒപ്പം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും? തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷൻ പരിധിയിൽ കൊമ്മേരി പ്രദേശത്താണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്ത വ്യാപനം തുടരുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ വാട്ടർ അതോറിറ്റി ഈ ജലം പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ റിപ്പോർട്ടാണ് ആരോഗ്യ വിഭാഗത്തിന് ലഭ്യമായത്. ഇതിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ട് എന്ന് തന്നെയാണ് പരിശോധന ഫലത്തിൽ നിന്നും പുറത്തു വന്ന റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് പ്രാദേശിക കുടിവെള്ളം എത്തിക്കുന്നത് ഇപ്പൊ താൽക്കാലികമായി കോർപ്പറേഷൻ നിർത്തിവെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇന്നലെ മുതൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഇന്ന് രാവിലെ 10:30 കോർപ്പറേഷൻ അടിയന്തര യോഗം പ്രദേശത്തെ കൗൺസിലർമാരുടെയും വാർഡ് മെമ്പർമാരുടെയും ഒക്കെ തന്നെയും അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ യോഗത്തിൽ കുടിവെള്ള പദ്ധതി നടത്തിപ്പുകാർ ഉൾപ്പെടെ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ടി.കെ. മുനവറിന്റെ നേതൃത്വത്തിലും ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലും ടെക്നിക്കൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിലും പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു. ഇതിൽ 4 പേർക്കും കൂടി ഈ പ്രദേശത്ത് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആദിത്യ എന്ന 23-കാരിയുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. കരൾ മാറ്റിവയ്ക്കേണ്ടി വരുമെന്ന ഒരു റിപ്പോർട്ടാണ് ഡോക്ടർമാരിൽ നിന്നും ലഭിച്ചത്. പനി ബാധിച്ച് കഴിഞ്ഞ 24-നാണ് ആദിത്യ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലും മറ്റ് ആശുപത്രിയിലും ഒക്കെയായി ഇവർ ചികിത്സ തേടിയിരുന്നു. എന്തായാലും മഞ്ഞപ്പിത്തം വലിയൊരു തോതിൽ ഈ പ്രദേശത്താകെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധയുണ്ടാവണം എന്നൊക്കെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ പ്രദേശത്ത് ഒരു ജലസ്രോതസ് ഉണ്ട്. ആ ജലസ്രോതസ്സിലേക്ക് എടുക്കുന്ന വെള്ളത്തിലാണ് ഇത്തരത്തിൽ ഈക്കോളിയ ബാക്ടീരിയയുടെ സാന്നിധ്യം നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും താൽക്കാലികമായി ആ പ്രദേശത്തേക്കുള്ള കുടിവെള്ള വിതരണം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കോർപ്പറേഷന്റെ അടിയന്തര യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ തീരുമാനങ്ങൾ വരിക. കോഴിക്കോട് കൊമ്മേരിയിൽ ഇത് മഞ്ഞപ്പിത്തമെന്ന് സ്ഥിരീകരിച്ചു. ജലപരിശോധനാ ഫലവും പുറത്തു വന്നിരിക്കുകയാണ്. ജലസ്രോതസ്സിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗവും അല്പസമയത്തിനകം ചേരും.